ഞാൻ KTDC MD ആയിരുന്നല്ലോ. ഞാൻ ഒന്നും പറയാറുള്ള കാര്യമാണ്, ഹോട്ടൽ ബിസിനസ് KTDC എൻ്റർ ആവുന്നതിനൊരു കാരണമുണ്ട്. കാരണം ആ കാലത്ത് കേരളം ഒരു ടൂറിസം മേഖലയായിട്ട് ആരും അംഗീകരിച്ചിട്ടുമില്ല. വലിയ ബ്രാൻഡുകളൊന്നും ഇവിടെ ഹോട്ടലുകൾ സ്ഥാപിക്കാൻ തയ്യാറുമല്ലായിരുന്നു. അന്നാണ് KTDC ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് കുറേ എണ്ണം ചെയ്തു. എന്നിട്ട് താജിനെ പോലുള്ള ബ്രാൻഡുകളെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ കൊച്ചിയിലുള്ള ഗേറ്റ് വേ ഉണ്ടല്ലോ, അത് ശരിക്കും KTDC പ്രോപ്പർട്ടിയാണ്. JV ആയിട്ടാണ് അത് ചെയ്തത്. ഇപ്പോഴും JV ആയിട്ട് അവർ റണ്ണിങ് താജ് ചെയ്യുന്നുണ്ട്. ബോൾഗാട്ടി KTDCയുടെ തന്നെയാണ്. ഇത് മറ്റേ ഗേറ്റ് വേ ഇല്ലേ സിറ്റിക്കകത്തുള്ള, അത് ആ പ്രോപ്പർട്ടി പണ്ട് കുറേ കാലം അത് പണി തീരാത്ത ഇതായിട്ടൊക്കെ കിടക്കുകയായിരുന്നു. പിന്നെ ബിക്കേം JV. ഇപ്പോൾ അത് താജ് നടത്തുന്നു എന്നുള്ളേ ഉള്ളൂ. KTDC പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു. പിന്നീട് എല്ലാവരും വരാൻ തയ്യാറായി. ഇന്ന് KTDC പുതിയൊരു പ്രോപ്പർട്ടിയോ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യുമ്പം ശരിക്ക് യു ഹാവ് ടു റിയലി തിങ്ക് ഡിമാൻഡ് ഉണ്ടോ അവിടെ. ഡിമാൻഡ് ഉള്ളൊരു സ്ഥലത്ത്, കാരണം സർക്കാരിൻ്റെ കയ്യിൽ പൈസ പരിമിതമാണ്. അപ്പോൾ പരിമിതമായ ആ പൈസ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് എപ്പോഴും ഒരു പ്രയോറിറ്റൈസേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. ആവശ്യമുള്ള മേഖലയിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഏറ്റവും അവശരും ഏറ്റവും ദുർബലരും ഒക്കെ ഉള്ള മേഖലകളിലാണ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ ശരിക്കും ചെയ്യിപ്പിക്കുന്നതിലാണ് മിടുക്ക്. ഗെറ്റിംഗ് ഇറ്റ് ഡൺ ത്രൂ അതേഴ്സ്, ത്രൂ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം, അതാണ് മിടുക്ക്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം എഫേർട്ട് ഇടണമെന്ന് ആലോചിക്കും. കോൺഫിഡൻസ് കൊടുക്കണം ഒന്നാമത് ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. രണ്ടാമത് റെസ്ട്രിക്ഷൻസ് ഇല്ലാതാക്കണം. റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നോ നോ നോ, എല്ലാം നോ പറയുന്ന ആ ഒരു ഇതെല്ലാം പാതിമുക്കാലും സെൽഫ് ക്രിറ്റിസിസമാണ്. കാരണം ഞാൻ ഉൾപ്പെടുന്ന ഈ ബ്യൂറോക്രസിയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ഒന്ന് മാറുന്നതുമല്ല, വളരെ സ്ട്രോങ് പൊളിറ്റിക്കൽ വില്ലും ഒക്കെ ആവശ്യമുള്ളൊരു സംഭവമാണ്. ആൻഡ് അതിന് ഫണ്ടമെൻ്റലി സൊസൈറ്റി പുഷ് ചെയ്യാനും തയ്യാറാണ്. കാരണം സൊസൈറ്റി തന്നെ പലപ്പോഴും ആന്ത്രപ്രനർഷിപ്പിന് എഗെയിൻസ്റ്റാണ്. ഇപ്പോൾ പണം ഉണ്ടാക്കുന്നത് മോശമാണെന്നോ, അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ ഇമേജ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കർഷകൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച് കരഞ്ഞു പിടിച്ച് നിൽക്കുന്ന ഒരു ഫേസാണ്. അതാണ് കർഷകന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൃഷി ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അഗ്രയിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതിനകത്തൊക്കെ കൃഷി ചെയ്യുന്ന കോടികൾ ഉണ്ടാക്കുന്നവരുണ്ട്. നല്ല ബെൻസിൽ ഓടിയിലൊക്കെ വന്ന് മീറ്റിങ്ങിനൊക്കെ വന്നവരൊക്കെ ഉണ്ട്. ഇൻകം ടാക്സും ഇല്ല, എക്സംഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഒരേ ഒരു ഇത് മേഖലയാണത്, അഗ്രികൾച്ചറിൽ ടാക്സും ഇല്ല. അപ്പോൾ ഇവരും ഉണ്ട്. ഇതിലേക്ക് കൂടുതൽ പേർക്ക് വരാൻ അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കർഷകനും നല്ല പൈസ ഉണ്ടാക്കാം. അവർക്ക് തന്നെ കൃഷിയോടൊപ്പം തന്നെ ടൂറിസം കണക്ട് ചെയ്യാം. ഇപ്പോൾ വയബിലിറ്റി വർദ്ധിക്കും, റിസ്ക് നമുക്ക് ഹെഡ്ജ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയാം റെയിൽവേ ടിക്കറ്റ് വിറ്റിട്ട് റെയിൽവേ ലാഭത്തിൽ ഓടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനുകളെ നമ്മളിപ്പോൾ എന്താക്കുന്നു, അതൊരു കമേഴ്ഷ്യൽ ഹബ്ബാക്കി മാറ്റുന്നു. ഇപ്പോൾ മെട്രോ ടിക്കറ്റ് വെച്ചിട്ട് ലാഭമാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് നോൺ ട്രാൻസ്പോർട്ട് റവന്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, വയബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. പരസ്യങ്ങളാവാം, മറ്റേതാവാം, അവിടെ വെക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള പാട്. ഈവൻ ഫ്ലൈറ്റ് പോലും എയർപോർട്ടിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും വില കൂടുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും അതെ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവന് വാടക അത്രയും കൊടുക്കണം. ആ എയർപോർട്ടിന് അത്രയും വാടക. എയർപോർട്ടിന്റെ റണ്ണിങ്ങിനും എയർപോർട്ടിന് റവന്യൂ വന്നില്ലെങ്കിൽ അത് യൂസർ ചാർജ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് അടിക്കും. അപ്പോൾ ഫ്ലൈറ്റ് ട്രാവലിന്റെ ചാർജ് കൂടും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതെന്താ പറയുക, കൺവെൻഷണൽ റവന്യൂ സോഴ്സസ് ഉണ്ടാക്കി ക്ലബ് ചെയ്ത് മേർജ് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ഓരോ പ്രൊഫഷനും അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതപ്പോൾ ഈ ടൂറിസം അങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. എല്ലാത്തിലോട്ടും ക്ലബ് ചെയ്യാം. ഇപ്പോൾ ഹെൽത്ത് ടൂറിസം അങ്ങനെ ക്ലബ് ചെയ്ത് വന്നതാണല്ലോ. ഇപ്പോൾ ഹെൽത്ത് മേഖലയിൽ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, പുള്ളി ഡെന്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പയനിയറാണ്. അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചതെന്ന് തന്നെ പറയാം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് വരുന്ന ക്ലയൻസ്, പുള്ളി ആകെ ഒരു 2-3 ക്ലയൻസിനെ ഒരു ദിവസം കാണുള്ളൂ, മതിയല്ലോ. അതങ്ങനത്തെ ക്ലയൻസ് ആണ്. എല്ലാ അറബികളും അവരവരൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. സോ ഈ സെലിബ്രിറ്റി ഡെന്റിസ്റ്റ്. അദ്ദേഹം ആ ഒരു ക്ലബിങ് നടത്തി. പ്രൊഫഷൻ ഡെന്റിസ്ട്രി ആണ്, പക്ഷേ ഹി ഹാസ് എ കണക്ഷൻ. ആ ടൂറിസമായിട്ട് ക്ലബ് ചെയ്തു. ഇവർ വരുമ്പോൾ എങ്ങനെയാണ്, ഇവർ വരുന്ന താമസവും മറ്റു കാര്യങ്ങളും അലൈഡ് വെൽനസ് ഉണ്ടാവും. ഒരു ട്രിപ്പൊക്കെ അടിക്കും. അല്ലാതെ വന്നിട്ട് പല്ല് ശരിയാക്കിയിട്ട് നേരെ തിരിച്ചു പോകും, ഇല്ലല്ലോ. എല്ലാ തൊഴിൽ മേഖലയിലുള്ളവരും ഇപ്പം സൈഡ് റവന്യൂ, ജിഗ്സ്, മറ്റേത് മറിച്ച് അതിൻ്റെ കാലഘട്ടവുമാണ്.
ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ എത്രയോ പേര് യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതെ. അതിൽ നിന്നൊരു റവന്യൂ സോഴ്സ്, യൂട്യൂബ് റവന്യൂ മോണിറ്റൈസേഷൻ വന്നിട്ട് ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ റവന്യൂ സോഴ്സസ് ആണ് ഇനി മുമ്പോട്ടുള്ളൊരു, മാത്രമല്ല അസറ്റ് ഫ്രീ ആയിട്ടുള്ള ബിസിനസ്സുകൾ എല്ലാം. ഇപ്പോൾ അസറ്റും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെവി ആയിട്ടുള്ളതൊന്നും അല്ല. ഇപ്പോൾ സാസ് മോഡലൊക്കെയാണ് പലതും വരുന്നത്. അപ്പോൾ സാസ് മോഡലിലോട്ടൊക്കെ പോകാൻ പറ്റണമെങ്കിൽ എനേബിളിങ് ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കാൻ പറ്റണം. അവിടെയാണ് ഞാൻ പറഞ്ഞ റെസ്ട്രിക്റ്റീവ് ക്ലോസസ് മാറ്റി. ഇവനിപ്പോൾ ഇലക്ട്രിക് കാറിലെ ബാറ്ററി പോലും ബാസായി, ബാറ്ററി ബാസ് വന്നു. എക്സാക്ട്ലി. ഈ ബാറ്ററിയുടെ കഥ പണ്ട് പറയുമ്പം ഞാൻ തമാശക്ക് പറയായിരുന്നു, നമ്മൾ ഈ കാണുന്ന പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ടല്ലോ, പെട്രോൾ പമ്പുകളൊക്കെ ബാറ്ററി മാറ്റുന്ന സ്റ്റേഷനുകളായി മാറിയാൽ നമ്മൾ ഇതിലേ പോകുമ്പോൾ ബാറ്ററി തീർന്നു, വേറൊരു ബാറ്ററി വെച്ചിട്ട് പോകുന്ന ഒരു സിസ്റ്റം വന്നു തുടങ്ങി. അപ്പോൾ അത് ആക്ച്വലി വന്നു കഴിഞ്ഞു. ഇനി ടെക്നോളജിയുടെ സ്പീഡ്, ഇപ്പോൾ AI മറ്റൊക്കെ റിസർച്ച്, ഇതെല്ലാം ദ വേ തിങ്സ് ആർ മൂവിങ് ഭയങ്കര ഫാസ്റ്റാണ്. നമ്മളിവിടെ പലരും പഠിക്കുന്ന കോഴ്സുകൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും ആ കോഴ്സിൻ്റെ റെലവൻസ് തന്നെ ചിലപ്പോൾ തീർന്നു പോകും. അപ്പോൾ ഒരു അപകടകരമായ ഒരു മേ ബി പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് 2030 ആകുമ്പോഴേക്കും വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ജോബ്സ് വിച്ച് വി ഡോണ്ട് നോ നൗ. 5 years we don't know what we are going to work. എക്സാക്ട്ലി. അപ്പോൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റണം. നമ്മൾ ഈവൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ കുറച്ചുകൂടെ, ഗവൺമെൻറ് തന്നെ ഒന്ന് ആലോചിക്കൂ. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ റൂൾസ്, റെഗുലേഷൻസ്, പ്രീവിയസ് ഓർഡേഴ്സ്, പ്രീസിഡൻസ്, പിന്നെ കോർട്ട് ജഡ്ജ്മെൻറ്റ്സ്, ഇതൊക്കെ നോക്കിയിട്ട് ഡിസിഷൻ എടുക്കൽ മാത്രമേ ഉള്ളൂ.